ഇപ്പോൾ സിനിമാ നടിയായി ഒരു ഇല്ലേ എന്തായിട്ടാണ് അറിയപ്പെടാൻ ഇഷ്ടം? സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണോ അല്ലെങ്കിൽ ആക്ട്രസ് ആയിട്ടാണോ, എന്തായിട്ടാണ്? ഞാൻ എന്നെ രാജനീയായിട്ട് അറിയുന്നത്, ഞാനായിട്ട് അറിയുന്നത് ഇഷ്ടം. ഇന്ന ആളെന്നുള്ളതല്ല, എങ്ങനെയാണോ എത്രയും നാൾ എന്നെ ആൾക്കാർ കണ്ടിരുന്നത് അതുപോലെ തന്നെ കാണാനാണ് എനിക്കിഷ്ടം. സിനിമ അല്ലാതെ ജൂഡൻ എന്താണ് പരിപാടി? എനിക്കെന്ന് പറഞ്ഞാൽ സിനിമ സെക്കൻഡറി ആണ് ശരിക്കും. ഇൻ ദ സെൻസ് സിനിമേനെ വില കുറച്ച് കാണുന്നല്ലേ, സിനിമ സംവിധാനം ആവാമെന്നുള്ള എയിം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയായിരുന്നു ആ സമയത്ത്. അന്ന് മൊത്തം എൻ്റെ മനസ്സിൽ സിനിമയായിരുന്നു, സിനിമയായിരുന്നു. സിനിമ സംവിധാനമായി. അപ്പോൾ എനിക്ക് അത്യാവശ്യം എൻ്റെ ഡ്രീമൊക്കെ അച്ചീവായി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സിനിമയ്ക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി ഉണ്ട്, എനിക്ക് എൻ്റെ കൂട്ടുകാരുണ്ട്, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പല മറ്റു പ്ലാനുകളുണ്ടാവും. സിനിമ ഇൻഡസ്ട്രിയിൽ വർഷങ്ങളോളം നിന്ന് കടിച്ചു തൂങ്ങി. ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ സിനിമാ സംവിധായകനായിട്ട് തൂങ്ങാൻ എനിക്ക് ആഗ്രഹമില്ല, ആക്ടർ ആവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അതെൻ്റെ പാഷനാണ്. പല ആൾക്കാരോടും പോയി ചാൻസ് ചോദിക്കലാണ് ഇപ്പോഴത്തെ എൻ്റെ ഹോബി. ഞാനിപ്പോൾ ഒരു പ്രശ്നമല്ല, പരിചയമുണ്ട്. പക്ഷേ അടുത്ത പടത്തിൽ ഞാനില്ലേ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ കൂളായിട്ട് എടുക്കുവർ. അപ്പോൾ എനിക്ക് മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പറഞ്ഞ എഴുത്തും സംവിധാനമാണ്. ഞാൻ പറഞ്ഞത് അതെനിക്കൊരു മെയിൻ പരിപാടിയല്ല. അത് ഞാൻ എന്ന് പറഞ്ഞാൽ പട്ടിണി എടുക്കുമ്പോൾ കാശ് അങ്ങനെയല്ല, സംവിധാനം ചെയ്യണമെങ്കിൽ കഥ വേണമല്ലോ, നല്ലൊരു കഥ വേണം. കഥ വരണവരെ വെയിറ്റ് ചെയ്യാനുള്ള സാധനമുണ്ട് എനിക്ക്. പിന്നെ അങ്ങനെ ഒത്തിരി കാശുണ്ടാക്കുക, ഭയങ്കര സെറ്റപ്പ് ആവുക, അങ്ങനെയുള്ള പ്ലാനൊന്നും അന്നും ഇന്നും ഇല്ല. എന്നും അങ്ങനെ സിനിമ ഇങ്ങനെ മറ്റേ സാമ്പത്തികമായിട്ട് തന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു വലിയ മോഹവലയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ മനസ്സിൽ. ഞാൻ പ്രേമം ഇറങ്ങിയ സമയത്ത് ജൂഡിനെ വിളിക്കാമെന്ന് ചോദിച്ചിരുന്നു. പക്ഷേ നമ്മൾ പരിചയമില്ല. പിന്നെ ഒരു കാഷ്വൽ ടോക്കി പറയേണ്ട കാര്യമാണ്. ആ പ്രേമത്തിലെ ഡാൻസ് സ്വന്തം ചെയ്തതാണോ അല്ലെങ്കിൽ കൊറിയോഗ്രാഫി ചെയ്തതാണോ? അതായത് ഞാൻ പഠിച്ചിരുന്ന കാലം, സ്കൂളായാലും കോളേജായാലും എനിക്ക് എന്തും ചെയ്യണം. ഈ പറഞ്ഞ പോലെ എല്ലാ മത്സരത്തിനും പേര് കൊടുക്കുമായിരുന്നു. അപ്പോൾ ചാടി കയറി മറ്റേ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റേ ഡാൻസ് അറിയുന്നില്ല, പക്ഷേ മറ്റേ ഡാൻസ് മത്സരത്തിൻ്റെ പേര് കൊടുത്ത് ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതായത് ഒരു സ്റ്റെപ്പ് കാലിൽ ഇട്ടുകാരാണെങ്കിൽ ഏതാണ്ട് അതുപോലെയൊക്കെ കാണിക്കാറിയാം. അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ട് ചോദിച്ച വേഷമുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് പുത്രം പറഞ്ഞാൽ അത് ഡാൻസ് അറിയാത്തൊരു മണ്ടനാണ്. പക്ഷെ അവൻ്റെ വിചാരം ഭയങ്കര ആളെന്ന വിചാരം, ഡാൻസറാണെന്ന് അവൻ്റെ വിചാരം. അപ്പോൾ അങ്ങനെ ഒരു സാധനമാണ് അവൻ പറഞ്ഞത്. അതായത് ഡാൻസ് അറിയില്ല, പക്ഷേ ഭയങ്കര അഹങ്കാരിയും ഡാൻസിനെ കുറിച്ച് മറ്റേ ആധികാരികമായി സംസാരിക്കുന്ന ഒരു മണ്ടനാണ് ഈ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് തോന്നുന്നു നീ ആദ്യം കുറച്ച് സ്റ്റെപ്പ് ഇട്ടൊക്കെ കാണിച്ചു കൊടുത്തു. ഞാൻ ശരി അങ്ങനെ കൈ തോന്നി. ആ സമയത്ത് ക്യാമറ ഓൺ ചെയ്ത് ആക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പ് കാണിച്ചു. അവന്മാർ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് ഓർമ്മ, എനിക്ക് പറഞ്ഞോളാം എന്താ ചെയ്യേണ്ടത്. അതായത് അത് തന്നെയാണ് അവന് വേണ്ടിയിരുന്നത്. അതായത് ഡാൻസ് അറിയാത്ത ഒരുത്തൻ ഡാൻസ് കളിക്കാൻ പെട്ടെന്ന് അവന് ഫോൺ വന്നപ്പോൾ പോകണമെന്ന് പറഞ്ഞു. അത്ര ഞാൻ ചെയ്തുള്ളൂ. അതായത് കയ്യിൽ നിന്ന് എന്തെങ്കിലും ഡാൻസ് അറിയാത്ത ഒരുത്തൻ സ്റ്റെപ്പ് ഇട്ടാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓരോ ഡാൻസിനും ഓരോ ക്ലാസ്, അതാണ് ഡിക്രോസ് സിസ്റ്റം. മുന്നേറി പ്ലേസ് വാപ്പൊക്കെ ഡാൻസ് ചെയ്യണ്ട, നിങ്ങൾ കോൺസെൻട്രേറ്റ്. അത് വേണ്ട, അത് വേണം. ശരിയല്ല, ഇത് വിളിച്ചു. അത് വേണം, അത് വളരെ സ്റ്റെപ്പാണ്. ഫോൺ അടി, അന്ന് വിളിച്ചു. ഹലോ ഹൻസി, ചെക്കാ എന്താണ്? ആ പറ. നിന്റെ നമ്പർ മാത്രമേ എൻ്റെ ഫോണിൽ, നീ മാത്രമേ എനിക്കുള്ളൂ. ഞാൻ വിളിച്ചില്ലേ ഇന്നല്ലേ വിളിക്കാതിരുന്നുള്ളൂ. അപ്പോഴെങ്കിൽ പിണങ്ങാമോ? പിണങ്ങല്ലേ? ഒരു മിനിറ്റ്. ഞാൻ വിളിക്കാം. എന്താ കിച്ചണിൽ കുക്കിങ്ങാ? എൻ്റെ പേര് ഷിയ. എൻ്റെ പേര് ഡിക്രൂസ്. മലയാളി പിന്നെ ഇത് മലയാളി ഈ സാധനങ്ങൾ വെച്ച് മാത്രമേ എപ്പിസോഡ് ചെയ്യാല്ലേ? അമിതാഭത്തിന്റെ വോയിസാണ്. അവനോട് ബംഗാളിയായപ്പോ തടാത്തടിന്ന് വേണ്ടിയിരുന്നു വേഗം കുനിഞ്ഞു പോകുന്നതിന് എന്താ ഹിന്ദി പറയണത്? കുഞ്ഞു ചാവെന്ന് പറഞ്ഞ ഓടിക്കും, അല്ലെങ്കിൽ ചേട്ടൻ എടുക്കും. വട്ടം പിടിച്ചോ.